അങ്ങനെ ഞങ്ങൾ ഐമാക്സിൽ പോയി ബാഹുബലി ദി എപ്പിക് കണ്ടു. അപ്പോൾ നമ്മുടെ ബാഹുബലി ഐമാക്സിൽ കണ്ട എക്സ്പീരിയൻസിനെ പറ്റി സംസാരിക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അല്ലേ? അതായത് ബാഹുബലി എപ്പിക് ദി എപ്പിക് അതെ, ബിഗിനിങ്ങും അല്ല കൺക്ലൂഷനും അല്ല, ദി എപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഇതൊരു എപ്പിക് ആണോ? അതായത് ബാഹുബലി എന്ന സീരീസ് എല്ലാവരും കണ്ടിട്ടുണ്ട്, സിനിമ ഫ്രാഞ്ചൈസ് എല്ലാവരും കണ്ടിട്ടുണ്ട്. അതൊരു വേർഷൻ, ഇത് രണ്ടും കൂടെ ഒട്ടിച്ച് വെച്ച വേറൊരു വേർഷൻ. അപ്പോൾ എന്നോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, സാറേ ഞാൻ ഇത് കണ്ടിട്ടില്ല രണ്ടും ഏത് കാണണമെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും എപ്പിക് കാണരുത്, പാർട്ട് 1ഉം പാർട്ട് 2ഉം തന്നെ കാണാൻ നമ്മൾ പറയുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഡെഫിനിറ്റീവ് വേർഷൻ. ഇത് ഒരു വേർഷൻ. ഇത് ബാഹുബലി കണ്ടിട്ടുള്ളവർക്ക്, ഫസ്റ്റ് സെക്കൻഡ് കണ്ടവർക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒറ്റ പടമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കാണാൻ ചെല്ലുമ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയുള്ളൊരു വേർഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺവീനിയൻസ് വേർഷൻ. അതെ, ബാഹുബലി കണ്ടവർക്ക് ഈ വേർഷൻ ചുമ്മാ കാണാം തിയേറ്ററിൽ എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഹൈലൈറ്റ്സ് റീൽ പോലെ അതെ മെയിൻ പ്രധാന പോയിന്റ്സ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ ബാഹുബലി എന്ന സിനിമ നമ്മളിപ്പം ഈ 10 വർഷത്തിൽ മൾട്ടിപ്പിൾ ടൈംസ് കണ്ടിട്ട് ഇതിന്റെ പ്രധാന സീനുകളുടെ ഒക്കെ ഋതവും ബീറ്റും ഒക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇത് ഇന്ന പോയിന്റിൽ ഇന്ന ഡയലോഗ് വരും, ഇന്ന സംഭവം നടക്കും, അതിന് ഇന്ന പേസ് ഉണ്ട്, ഇത്രയും ദൈർഘ്യമുണ്ട് ഒരു കഥാപാത്രത്തിനെ സ്ക്രീനിൽ നിർത്തുന്നതിൽ. പക്ഷേ ഈ റീകട്ടിൽ ഈ രണ്ട് പടം കൂടെ എനിക്ക് തോന്നുന്നു 6 മണിക്കൂർ അടുപ്പിച്ച് വരും. അപ്പോൾ അതിനെ ഒരു 3.75 മണിക്കൂർ 45 മിനിറ്റ് അതിലേക്ക് ചുരുക്കുമ്പോൾ ഒരുപാട് വെട്ടിപ്പോകുമ്പോൾ ഇതിന്റെ പേസിങ്ങും ഋതവും എല്ലാം മാറി. അതായത് ഫുൾ ഇവര് 6 റീവർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് മനസ്സിലായത്. കാര്യം നമുക്ക് പടത്തിലെ ഒരു നോർമൽ സീൻ എടുത്താൽ ആ സീനകത്ത് എത്ര ഷോട്ട് ഇവർ ഒറിജിനൽ പടത്തിൽ വെച്ചിട്ടുണ്ടോ ആ ഷോട്ടുകളുടെ എണ്ണത്തിലുള്ള കുറവുണ്ടാവും. അതുപോലെ ചില സീനുകൾ ഇവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ 2 സീനുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക്സ് ഒക്കെ കട്ട് ചെയ്ത് വിട്ടിട്ട് ആ മേജർ ഹൈലൈറ്റ് പോയിന്റ്സുകൾ മാത്രം, സീക്വൻസുകൾ മാത്രം വെച്ചുകൊണ്ടാണ് ഇവർ. പിന്നെ കുറെ സ്റ്റോറി പോയിന്റ്സിനെ ഇവര് മറ്റേ നറേഷൻ വഴി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. രാജമൗലി വന്നിട്ട് നരേറ്റ് ചെയ്യും. അതായത് അവന്തികയും പ്രഭാസും ശിവടുവും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ സീൻ, ആ പാട്ട് കഴിഞ്ഞ് അടുത്ത സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മൊണ്ടാഷ നമ്മൾ കാണിക്കുന്നത്. അതായത് നമ്മൾ കണ്ട ഇവരുടെ ആ റൊമാൻറ്റിക് ഏരിയസ് അത്രയും ആ സീക്വൻസുകൾ മൊത്തത്തിൽ ഒരു നരേഷനിൽ ഒരു മിനിറ്റിനുള്ളിൽ അല്ലേ പറഞ്ഞു തീർക്കണം. ആക്ച്വലി ഒറിജിനൽ ബാഹുബലി തന്നെ ഇവര് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എന്താ നമ്മുടെ അവന്തികയുടെ ജീവിത ലക്ഷ്യം ബാഹുബലി ഏറ്റെടുക്കണം. അതിൽ തന്നെ ആ ലെങ്ത് കുറവായതുകൊണ്ട് ഇതെന്ത് ഇത്ര പെട്ടെന്ന് ഏറ്റെടുത്തതെന്ന് നമുക്ക് തോന്നും. ഇത് ഒന്നുകൂടെ വെട്ടിച്ചുരുക്കി ഇവര് തമ്മിൽ ഇഷ്ടത്തിലായി. ഇനി അവന്തിക രാജമൗലി ഇങ്ങനെ ഒരു വോയിസ് ഓവർ പറയണം. അപ്പൊ ഈ വേർഷൻ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈ വേർഷൻ സിനിമ കാണാതെ എപ്പിക് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ശോകമായിട്ട് ഫീൽ ചെയ്യും. അത് പക്ഷെ അതേ സമയത്ത് അവരെ സംബന്ധിച്ചോളം ഈ വിഷ്വൽ എക്സ്ട്രാവഗൻസ് ആ സീക്വൻസുകളൊക്കെ ഉടനെ കൊള്ളാലോ എന്ന് തോന്നുമെങ്കിലും ഈ മുൻധാരണ ഉണ്ടെങ്കിൽ അത് കുറച്ച് എളുപ്പമായിരിക്കും. അതായത് ഈ സിനിമ കുറേ വെട്ടിച്ചുരുക്കിയതാണ്, മെയിൻ ഹൈലൈറ്റഡ് സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ ഇതിൽ എന്നുള്ളൊരു അറിവോടാണ് സിനിമ ഫസ്റ്റ് ടൈം കാണുന്നതെങ്കിൽ അയാൾക്ക് അപ്പോൾ ഊഹിക്കാം ഓക്കെ മെയിനായിട്ട് മെയിനായിട്ട് പറയാൻ പോകുന്നത് ഇതിന്റെ മാറ്റങ്ങളെ കുറിച്ച്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളിത് കണ്ടത് ഐമാക്സ് വേർഷൻ. ഇന്നലെ ആയിരുന്നു അതിന്റെ ലാസ്റ്റ് ഷോ. തെലുങ്ക് ഐമാക്സ് ആണ്. തെലുങ്ക് ഞാൻ ആദ്യമായിട്ടാണ് തെലുങ്കിൽ കാണുന്നത്. അതിന്റെ ഒരു ചേഞ്ച് ഉണ്ട്. നമുക്ക് ഈ ഡയലോഗും സീനും ഒക്കെ അറിയാവുന്നതുകൊണ്ട് തെലുങ്ക് നമുക്ക് മനസ്സിലാവാത്ത പോർഷൻ വരുമ്പോഴും ഓക്കെ അറിയാം എന്താ അവിടെ സംഭവിക്കുന്നത്. ഡയലോഗുകൾ നമുക്ക് കാണാപ്പാടാണല്ലോ. എന്നിട്ട് പോലും എനിക്ക് തോന്നുന്നു 5-10 സീനോളം പുതിയത് സീൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്യാരക്ടർ ഒരു 2 ഡയലോഗ് എക്സ്ട്രാ പറയുന്നത്. അതായത് ഒരു പുതുമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരുപാട് സീക്വൻസുകളൊന്നല്ല, ഈ ഷോർട്സുകളും ഒക്കെ ഒരുപാട് എക്സ്റ്റൻഷൻ ഉണ്ട് ഷോട്ടുകളിൽ. ചില ഷോട്ടുകൾ എക്സ്റ്റൻഷൻ, ചില ഷോട്ടുകൾ കട്ട് ചെയ്ത് കുറയ്ക്കുക, ചില ക്യാരക്ടറിനെ കൊല്ലുന്നത് കാണിക്കുന്നില്ല. നമ്മൾ ഈ വേർഷനിൽ ഒരു ക്യാരക്ടർ മരിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. മറ്റേ പഴയ വേർഷനിൽ മരിക്കുന്ന ക്യാരക്ടർ ചിലപ്പോൾ ഈ വേർഷനിൽ മരിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബാഹുബലി മഹിഷ്മതിയിൽ എത്തുന്ന സീക്വൻസിൽ ഒരു അതാണ് മേജർ പുതുമ, മേജർ ചേഞ്ച് വരുന്നത്. ഒരു ഇന്റർകട്ട് ഉണ്ട്. മറ്റേ നമ്മുടെ മറ്റേ ക്യാരക്ടറില്ലേ മകൻ, അതായത് ബല്ലാലദേവയുടെ മകൻ ആനപ്പുറത്തുനിന്ന് വീഴുന്ന ഒരു സീക്വൻസ് ബാഹുബലിയുടെ എത്തുന്നത് തമ്മിലുള്ള ഇന്റർകട്ട് സീക്വൻസ്. വേറൊരു ബാഹുബലി മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഡ് സീക്വൻസ് ഉണ്ട്. അതൊക്കെയാണ് കൂടുതലും വലിയ പുതുമയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ പാട്ടുകൾ കുറച്ചധികം കട്ട് ചെയ്ത് അതായത് നമ്മുടെ കണ്ണാനീ തൂങ്കട അത് കളഞ്ഞു. ഇത് കണ്ണാനീ തൂങ്കടയാണ് ആ പാട്ടിലാണ് അനുഷ്ക ആക്ച്വലി തിരിച്ചും ഇഷ്ടമുണ്ടെന്ന്. പക്ഷെ ആ പാട്ട് എടുത്ത് മാറ്റുമ്പോൾ പാട്ടിലൂടെ കഥ കുറെ അതാണ് പ്രശ്നം. അതെടുത്ത് മാറ്റുമ്പം
നമുക്ക് ആ അവരുടെ ലവ് സ്റ്റോറി കട്ടായി പോകും. ഇതിപ്പോ നമ്മള് സിനിമ കണ്ടവർക്ക് അതിപ്പോ എനിക്ക് അറിയാലോ, ഇതിപ്പോ ഞാനത് വീണ്ടും കാണുന്നത് എനിക്കിതൊക്കെ അറിയാലോ എന്നുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് അതെ അതെ, നമ്മുടെ കൂടെ വന്ന ഇന്റർവെല്ലായപ്പം ഞങ്ങൾ ഇറങ്ങി പറഞ്ഞ് കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇന്റർവെൽ നമ്മൾ വരുന്നതിന് മുമ്പ് ഷോ ഇറങ്ങിയാലും കഥ എനിക്കറിയാം, പേടിക്കണ്ട ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇപ്പം അതിന് കട്ടുകളെന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാം. ശരിയാണ്, അങ്ങനെ കട്ടുകളാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പം നമുക്ക് എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു മൊമെന്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും, അതിന്റെ മറ്റേ BGM ഒക്കെ വന്ന് ആ മൊമെന്റ് ഇങ്ങനെ ഹൈ ആവുന്ന വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ BGM അല്ല തിയേറ്ററിൽ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇവര് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ റീവർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടോണ്ടിരുന്നപ്പോൾ തോന്നിയത് ഇത് രാജമൗലി അപ്രൂവ്ഡ് കട്ടാണോ അതോ ജസ്റ്റ് ലാസ്റ്റ് പുള്ളിയെ ജസ്റ്റ് കാണിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വേർഷൻ റിലീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ആയിരിക്കും. ഇതൊരു ബിസിനസ് ഡിസിഷൻ ആണെന്ന് തോന്നുന്നു, അല്ലാതെ ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു 10 വർഷം ആയതിന്റെ ഒരു സെലിബ്രേഷൻ പുള്ളി ഫുള്ള് ഇരുന്ന് കണ്ടു. എനിക്ക് തോന്നുന്നത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് തന്നെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ അല്ലേ, ബാക്ക് ടു ബാക്ക് കയറി കാണാൻ ആഗ്രഹമുള്ള വേർഷൻ എന്ന് പറഞ്ഞാൽ VFX റീമാസ്റ്റർ ചെയ്ത് ഇറക്കുന്നത്. അതായത് കുറച്ചധികം സീക്വൻസിന് ഒരു VFX പ്രത്യേകിച്ച്. പക്ഷെ എനിക്ക് IMAX കണ്ടപ്പോഴും ഭയങ്കര വലിയ അത് വർക്ക് ചെയ്യുന്നില്ല. ഫസ്റ്റ് പടത്തിലുണ്ട്, പക്ഷെ എന്നാലും അത് ഞാൻ വിചാരിച്ചത് ഭയങ്കര ബോറായിരിക്കും എന്ന് വിചാരിച്ചത് അത്രയും പ്രശ്നമില്ല. IMAX കാണുമ്പോൾ നമ്മൾ മാക്സിമം നല്ല വലിപ്പത്തിൽ ഇത്, പിന്നെ നമ്മൾ ഓൾറെഡി കണ്ട ബാഹുബലിയുടെ വേഷം എന്ന് പറഞ്ഞാൽ സ്കോപ്പ് റേഷ്യോ, ഇതിപ്പോൾ IMAX റേഷ്യോ ആണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ സ്ക്രീൻ ആണ്, ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ്. ചില ഷോട്ടുകൾ സൂം ഇൻ ആണ്, ചില ഷോട്ടുകൾ ഒറിജിനലൊക്കെ കുറച്ചുകൂടെ കാണുന്നുണ്ട്, കുറച്ചുകൂടെ വൈഡ് ആണ്. ചില ഷോട്ടുകൾ ഈ പറഞ്ഞ പോലെ എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ മെയിൻ സീക്വൻസ് ഇല്ല, ഈ ക്ലോസപ്സ് ഒക്കെ വരുമ്പോൾ ആക്ച്വലി ഇതിനകത്ത് തന്നെ IMAX തന്നെ നല്ല ക്ലോസപ്പ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് മറ്റേ ഒറിജിനൽ നമ്മൾ കണ്ട സ്കോപ്പിലും അത് ആ ക്ലോസപ്പ് ഷോട്ട് തന്നെ, അത് IMAXലേക്ക് എത്തിയപ്പോഴും അത് ആ എന്താ പറയാ കുറച്ചുകൂടെ അവർ സൂം ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് മറ്റേ ബലാൽദേവൻ ബാഹുബലി മരിച്ചു കിടക്കുമ്പോൾ ഒന്ന് കത്തിക്ക് വെട്ടത്തില്ല, അപ്പൊ ആ സാധനത്തിൽ ബാഹുബലിയുടെ കൈ കാണത്തില്ല ഒറിജിനലില്, ഇങ്ങനെ കൈ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വിറക്കും. ആക്ച്വലി ഒറിജിനൽ വേർഷനിൽ ശ്രദ്ധിച്ചാൽ അറിയാം, മറ്റേ ബലാൽദേവൻ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈം വെട്ടിയിട്ട് റിവേഴ്സ് ഷോട്ട് ഇടും ബാഹുബലിയുടെ ബോഡി അനങ്ങത്തില്ല. ആ ഷോട്ട് എന്താ ഇങ്ങനെ വെട്ടുന്നതിന് സൗണ്ട് കേട്ടാലും ബാഹുബലിയുടെ ബോഡി അനങ്ങത്തില്ല, അതെന്തോ ഒരു സ്റ്റാറ്റിക് ഷോട്ട് എന്തോ. പക്ഷെ ഇതിനകത്ത് നമുക്ക് ആ കൈ അനങ്ങുന്നവരെ കാണാം, എക്സ്റ്റൻഷൻ ഉണ്ട്. പക്ഷെ ചില ഷോട്ടിനകത്ത് ഈ സൈഡിലോട്ടുള്ള പോർഷൻ കാണത്തില്ല. ബാഹുബലിയെ കുത്തുന്ന സീനില് അതില് കുത്തുന്ന സീനും പോട്ടെ, മറ്റേ ഒരു മരം ഇടി വെട്ടി തീയാതില്ല. അപ്പം എനിക്ക് എൻ്റെ ഓർമ്മയിൽ കാല് വരെ കാണാം, പക്ഷെ നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പം ഇതിങ്ങനെ മുട്ടിൻ്റെ അവിടെ കട്ടായി പോകും, അത് സൂംഡ് ഇൻ പോലെ തോന്നി. പിന്നെ ഇതായിരുന്നു എനിക്ക് മേജറായിട്ട് തോന്നി. പിന്നെ ഒരു സാധനം ഗ്രേഡിൽ ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇവർ. അപ്പോൾ ഈ പുതിയ ആഡഡ് ഷോട്ട്സ് ഇല്ലല്ലോ, അതിന്റെ ഗ്രേഡ് വേറെ. അപ്പോൾ ഇങ്ങനെ ഈ ഷോട്ട് പുതിയ ഗ്രേഡ് പുതിയ ഗ്രേഡ് എവിടെയൊക്കെയോ മാച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വേരിയേഷൻ. പക്ഷെ നമ്മള് ഈ IMAXൽ കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര രസമാണ്, നല്ല ഭയങ്കര ഷാർപ്നെസ്സും ക്വാളിറ്റിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇപ്പം ഒരു ഷോട്ടിൽ നമ്മൾ പറഞ്ഞേ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്, ഇന്നേ വരെ നമ്മൾ ബാഹുബലി കണ്ടവർ ആരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല. തിയേറ്ററിൽ കണ്ടപ്പോൾ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല. അത് ഈ IMAX കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അതായത് നമ്മുടെ സോങ് ഉണ്ടല്ലോ, അത് ബാഹുബലി സെക്കൻഡ് പാർട്ടിൽ പുള്ളിയെ രാജ്യത്ത് നിന്ന് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അവർ ആ ഒരു സോങ് നടക്കുമല്ലോ, ആ സോങ്ങിൽ ഈ ബാഹുബലി താഴെ ഇരുന്നിട്ട് ഇങ്ങനെ ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മേളിൽ ഇരുന്നുകൊണ്ട് ഇവർ കാണുന്നുണ്ട്. ആര് നമ്മുടെ ബല്ലലദേവിയും അച്ഛനും എല്ലാവരും രാജാവാന്ന് പറയുന്നത്. അപ്പൊ ആ സീക്വൻസിനെ കാണിക്കുമ്പോൾ ആ ഷോട്ട് എടുത്തിരിക്കുന്നതിനകത്ത് മഴ പെയ്യുന്നുണ്ട്, അതായത് മഴ ചാറുന്നുണ്ട്. അപ്പൊ അത് സമയത്ത് ലൈക്ക് ആ സീൻ അന്ന് ഷൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പം മഴ ചാറുമല്ലേ, കുഴപ്പമില്ല പോട്ടെ എന്നുള്ള ലൈനിൽ വിട്ടതായിരിക്കാം. പക്ഷെ അത് ഞാനത് ഇതുവരെ ആ സാധനം ശ്രദ്ധിച്ചിട്ടില്ല. അത് ഇതിൽ കണ്ടപ്പോഴാണ് നല്ല ഷാർപ്പായിട്ട് കാണുമ്പോൾ നമുക്ക് അതും ഭയങ്കര മഴയല്ലേ, മഴ ചാറുകയാണ്. അപ്പോൾ നമുക്കത് ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നത് ഈ IMAX കണ്ടപ്പോഴാണ്. അതെ. ഈ ഗ്രേഡ്, അതായത് ഒരു സീനിന്റെ ഫുൾ ഗ്രേഡ് ഏകദേശം മാറ്റിയ പോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ ബാഹുബലിയെ കൊന്നു കഴിഞ്ഞിട്ട് കട്ടപ്പ വന്ന് കാര്യം പറയത്തില്ലേ, തെറ്റ് ചെയ്തു ശിവകാമി. അപ്പൊ ആ സീക്വൻസിനകത്ത് എൻ്റെ ഓർമ്മയിൽ ഒറിജിനൽ നല്ല ബ്ലൂയിഷ് ഗ്രേഡാണ്. അതെനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല, എന്റെ ഓർമ്മയില്ല. അത് കുറെ കൂടെ ഡാർക്കാ ആ സീൻ. ഈ ഇടി വെട്ടുമ്പോഴുള്ള വെളിച്ചം മാത്രമല്ല. പക്ഷേ IMAX കണ്ടതിന്റെ ആണോന്ന് അറിയത്തില്ല, ഈ സീൻ ഭയങ്കര ബ്രൈറ്റാ, നമുക്ക് ഇടി വെട്ടിയാലും ഇല്ലേലും എല്ലാം കാണാം. എന്നിട്ട് കുറച്ചുകൂടെ യെല്ലോയിഷ് ടോണാലിറ്റിയിൽ ഫയറിന്റെ അങ്ങോട്ട് ഇവര് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ എന്റെ ഓർമ്മയിൽ ആ ബ്ലൂയിഷ് ടോൺ കുറച്ചുകൂടെ, ഇതൊരു മരണം നടന്ന് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സീക്വൻസ്. മൊത്തത്തിൽ നമ്മൾ തീയിൽ നിന്ന് നേരെ ഇരുണ്ട
മാഹിഷ്മതിയിലേക്ക് വരുന്ന ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അന്ന് അതൊരു ക്രിയേറ്റീവ് ഡിസിഷൻ കുറച്ചുകൂടെ ബ്ലൂയിഷ് ആൻഡ് ആയിരിക്കും, അത് ഓർമ്മയില്ല എനിക്ക്. മാത്രമല്ല ഈ സീക്വൻസ് എൻ്റെ ഓർമ്മയുടെ പ്രശ്നമാണെന്ന് അറിയില്ല, പക്ഷേ ഫസ്റ്റ് ഷോട്ട് കാണിക്കുന്നത് ഇങ്ങനെ ഇടി വെട്ടുമ്പം കട്ടപ്പ അവിടെ നിൽക്കുന്ന, പക്ഷേ ഈ കട്ടിനകത്ത് പുള്ളി ഇങ്ങനെ നടന്ന് വന്ന് അവിടെ നിൽക്കുന്നതായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ കട്ടാണ് ബെറ്റർ എന്ന് തോന്നി. അതുപോലെ കുറച്ച് കട്ട്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട്. ഒരു ഷോട്ടിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതായത് മറ്റേ ക്ലൈമാക്സിന് മുമ്പുള്ള മറ്റേ ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ താഴേന്ന് പൊങ്ങി വരുന്ന ഒറിജിനൽ ഇല്ല, നേരെ ഇങ്ങനെ പോവാം. ഇതിപ്പോൾ ഇങ്ങനെ പോയിട്ട് നേരെ പോവാം. അപ്പം അങ്ങനെ കട്ട്സിൽ കുറേ വ്യത്യാസം വരും. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒറിജിനൽ പടത്തിന്റെ BGM ഒരു താളം ഉണ്ടല്ലോ, ഇങ്ങനെ ടക്ക് ടക്ക് ടക്ക്, അതിനനുസരിച്ച് കട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ കട്ടുകളൊക്കെ വേരിയേഷൻ വരുത്തി ഇതൊക്കെ ചുരുക്കി കുറച്ചിട്ടുണ്ട്. അപ്പം ഈ BGM എടുത്ത് ഇടാൻ പറ്റില്ല. ഇപ്പം ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ BGMത്തിന് പകരം വേറൊരു പുതിയൊരു BGM ആണ് ഇതിൻ്റെ താഴെ കൂടെ ഓടുന്നത്. അപ്പം നമുക്ക് മറ്റേത് കണ്ടുള്ളത് കൊണ്ട് എടാ അവിടെ കിട്ടിയ ഹൈ കിട്ടുന്നില്ലല്ലോ. മെയിൻ BGM അല്ല നമ്മൾ കേട്ട സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അത് കൂടാതെ നോർമൽ സീനുകളിൽ കൊടുക്കുന്ന സാധനങ്ങൾ ഒരുപാട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് അതിൽ പലയിടത്തും നമുക്ക് ഇമ്പാക്ട് നഷ്ടപ്പെടുന്നു. കണ്ടവർക്ക് കഥ മനസ്സിലാവെങ്കിലും നമുക്ക് ആ ഇമ്പാക്ട് ഇവിടെ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഈ സീനിൽ വേറൊരു സാധനമായിരുന്നല്ലോ ഇവിടെ വന്നിരുന്നത്, അത് കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ തോന്നും. മാത്രമല്ല യുദ്ധമൊക്കെ കുറച്ചധികം വെട്ടി ചുരുക്കിയിട്ടുണ്ട്. അപ്പൊ ആ യുദ്ധം ആദ്യത്തെ ഫസ്റ്റ് നമ്മുടെ തമന്നയുടെ ആദ്യത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് കംപ്ലീറ്റ്ലി ആ സീക്വൻസ് മേളിൽ കയറി വന്നിടത്തുനിന്ന് പിന്നെ തമന്ന ഇവർ തമ്മിൽ ഇഷ്ടത്തിലായി മറ്റേ പാട്ടുണ്ടല്ലോ നമ്മുടെ ആ പാട്ട് വരെയും ഇവർ ആക്ച്വലി ഒരു മൊണ്ടാഷ് പോലെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഒരു നരേഷനിലാണ് പോകുന്നു. അതുപോലെ എല്ലാ ഇല്ല അതാ പറഞ്ഞത് ആ ഫൈറ്റ് ഉൾപ്പെടെ ഫൈറ്റിൻ്റെ അവിടുന്ന് ഇത്രയും സാധനവും ഒരു മൊണ്ടാഷിൽ ഒരു 1 മിനിറ്റിനുള്ളിൽ തീർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുന്തറ ദേശത്ത് നടക്കുന്നൊരു ഇതുണ്ടല്ലോ, ഏതാ ഈ ഭണ്ഡാരികൾ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസും ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് കുറേ പോർഷൻ ഒരു കട്ട് ചെയ്ത് അത് ഷോർട്ട് ആക്കിയിരിക്കണം. പിന്നെ ഈ ഒറിജിനലില് കുറച്ചധികം ഷോട്ടിൽ ഇങ്ങനെ ഷെയ്ക്ക് ഉണ്ട്. ഇവർ മറ്റേ അതായത് ഹെലിക്യാം ഷോട്ടിലും ഗ്രൗണ്ട് ഷോട്ടിലും ഷെയ്ക്ക് ഉണ്ട്. ഇതിനകത്തൊരു 85% ഹെലിക്യാം ഷോട്ട് അവർ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഒറിജിനൽ സെക്കൻഡിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഷോട്ടിങ് ഷെയ്ക്ക്. അത് എനിക്ക് മനസ്സിലായത് അവർ ഹെലിക്യാം അല്ല അന്ന് യൂസ് ചെയ്തിരിക്കുന്നതാണ് തോന്നുന്നു. കാരണം ഇവർ ഒന്നുകിൽ ഇവരെ റിഗ് ചെയ്തിട്ടേ ഈ വയർ റിഗ് ചെയ്ത് ക്യാമറ കൊണ്ടുപോകും അങ്ങനെ എന്തെങ്കിലും. പക്ഷേ അത് പോസ്റ്റിൽ ചെയ്യാം, ഷേക്ക് റിഡക്ഷൻ അവർ ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചത്. അത് ക്രിയേറ്റീവ് ചോയ്സ് ആയിരിക്കും, ഇങ്ങനെ റിയലി അങ്ങനെ തോന്നിക്കാൻ വേണ്ടി ഇത് ഏറിയുന്ന ഒരാൾ നോക്കുന്ന പോലെ എന്തെങ്കിലും ആയിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഷോട്ട്സിൽ ഈ സ്റ്റെബിലൈസ് ചെയ്തതുപോലെ കാണായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് VFXലൊക്കെ റീവർക്ക് ചെയ്തിട്ടില്ല, അത്രയും ഇല്ല എന്നാണ് കണ്ടപ്പം ഏകദേശം അതുപോലെ തന്നെ. ഗ്രേഡിലാണ് ഭയങ്കര വ്യത്യാസം തോന്നുന്നത്. അത് പിന്നെ നമ്മുടെ IMAX കണ്ടുകൊണ്ട് നമ്മൾ നല്ല റിച്ച് കളേഴ്സിലാണ് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നല്ല ബ്രൈറ്റ്നസ്, നല്ല സൗണ്ട്. പക്ഷെ ഇതിന്റെ തന്നെ ട്രെയിലർ ഇറങ്ങിയതിന്റെ കളർ അല്ല നമ്മൾ IMAX കണ്ടത്. നമ്മൾ യൂട്യൂബിൽ കണ്ട ട്രെയിലറിന്റെ കളർ റേഡ് അല്ല IMAX നമ്മൾ കണ്ടത്. അതായത് ഇപ്പൊ യൂട്യൂബിൽ അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും യൂട്യൂബിലുള്ള സ്കിൻ ടോൺ അല്ല നമ്മൾ തിയേറ്ററിൽ കണ്ടത്. തിയേറ്ററിൽ കുറച്ചുകൂടെ ഗ്രീനിഷ് ആണ്, യൂട്യൂബിൽ കിടക്കുന്ന കുറച്ചുകൂടെ അത് എന്താണ് വേരിയേഷൻ എന്ന് അറിയത്തില്ല. IMAX നമ്മൾ കൊച്ചി IMAXലാണ്. കൊച്ചി IMAX കണ്ടു. അവിടെ ഒരു സംഭവം നമ്മളെ കാണിച്ചില്ല. അതെ, അത് ഞങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. അതായത് നമ്മളിവിടുന്ന് കാണാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ബാഹുബലി ദി എറ്റേണൽ വാറിന്റെ ടീസർ റിയാക്ഷൻ ചെയ്തിട്ട് പോയത്. അപ്പം നമ്മൾ റിയാക്ഷൻ പറയുകയും ചെയ്തു. ഞാനത് കാണാതിരുന്നത് തിയേറ്ററിൽ അത് കാണാൻ വേണ്ടി. പക്ഷേ ഇത് നല്ല കാര്യം, അത് ഇവിടെ കണ്ടിട്ട് പോയത്. അത് തിയേറ്ററിൽ ഞങ്ങളെ കാണിച്ചില്ല. അതെ, ഞങ്ങൾക്ക് സങ്കടമായി പോയി. ഞങ്ങള് IMAX അധികൃതരോട് ഞങ്ങൾ പറയുകയാണ് അത് നിങ്ങൾ കാണിച്ചത് മോശമായി. ഞങ്ങൾ മഹിഷ്മതിന്ന് പടം തീർന്നത് 11:30 അതെ 11 ഇരുന്ന് പടമൊക്കെ തീർന്നിട്ട് ഞങ്ങളോട് ഇരിക്കും. ഇപ്പൊ ഇറ്റേണൽ വാറിന്റെ അതായത് പടം തീർന്നു കഴിഞ്ഞിട്ട് ഇവരൊരു മറ്റൊരു താങ്ക്സ് കാർഡ് ഉണ്ട് ലാസ്റ്റ്. ആ താങ്ക്സ് കാർഡ് കുറേ നേരം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുക, ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ടീസർ കാണുമായിരിക്കും എന്ന് പറഞ്ഞ് തിയേറ്ററിൽ ആകെ 10 പേരെന്തോ ഉള്ളായിരുന്നു അല്ലേ? 10 പേരില്ലായിരുന്നു. 10 പേരില്ലായിരുന്നു. 3 പേര്, ഞങ്ങൾ 3 പേര്, ഫ്രണ്ടിൽ ഒരാൾ, അങ്ങനെ ഒരു 7 പേര് 8 പേര് മാക്സിമം. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഇരിക്കുക, വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ ഇവർ ലൈറ്റ് വിടുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ടീസർ ഉണ്ടായിരിക്കും. നമ്മൾ കുറേ നേരം കിട്ടുന്നു. അപ്പോൾ ഈ താങ്ക്സ് കാർഡ് മാറുന്നില്ല, അത് അങ്ങനെ നിൽക്കും. അതും കുറേ നേരം നിൽക്കുകയാണ് സ്റ്റക്കായിട്ട്. കുറേ നേരം കഴിച്ചപ്പോൾ ഇവർ ലൈറ്റ് വിട്ട് പ്രൊജക്ടർ ഓഫ് ചെയ്ത് മക്കളാ പറയുന്ന അവസ്ഥ. പക്ഷെ അത് ആക്ച്വലി ആ ടീസർ ഒന്ന് IMAX സ്ക്രീനിൽ കാണാൻ അല്ലേ ഒരു കാണാനുള്ള ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. നിർഭാഗ്യവശാൽ നമുക്കത് കാണാൻ സാധിച്ചില്ല, നമ്മൾ കാണിച്ചില്ല. അതൊരു വലിയ വരുത്തമായിരിക്കുന്നു നമുക്ക് അല്ലേ. ഏറ്റവും ഹൈ കിട്ടിയത് എപ്പോഴും എനിക്ക് മറ്റേ മ്യൂസിക് വരുമ്പോഴാണ്, പാട്ടുകൾ വരുമ്പോൾ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇങ്ങനെ കുറച്ചു നേരം
പടം തുടങ്ങി ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ കട്ടിന്റെ താളമൊക്കെ മാറിയപ്പോൾ എനിക്ക് എന്തോ നമ്മൾ കാണുന്നത് ബാഹുബലി അല്ലേ എന്നുള്ളൊരു ഫീലിംഗ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് മറ്റേ സാധനം വരുന്നത്, മറ്റേ ഇത് കുത്തത്തില്ലേ ശിവലിംഗം. അപ്പൊ ആ പാട്ട് തുടങ്ങി ഭയങ്കര സൗണ്ട് സൗണ്ട് ഭയങ്കര ഈ ഐമാക്സിലെ സൗണ്ട് അത്യാവശ്യം നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാട്ടിന്റെ ഈ ബേസൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അത് തന്നെ അതിനകത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴേ നമ്മൾ ഇപ്പം ഇത്രയും ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയിൽ കാണുന്നതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ ഇങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കണ്ണോടിച്ച് കാരണം അത് നമ്മൾ ഓരോരുത്തരുടെ ക്ലോസ് വെക്കുമ്പോൾ പിന്നെ ഇവർ അതേ ബാക്കിൽ നിൽക്കുന്ന ആളെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതായത് നമുക്ക് ഇത്രയും വലുതായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഇവരെല്ലാവരെയും നോട്ടീസ് ചെയ്യാനുള്ളൊരു ഇത് തോന്നുന്നത്. കാരണം ഓൾറെഡി നമുക്ക് പടം കണ്ടിട്ടുണ്ട്, നമുക്ക് അറിയാൻ കഥ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കഥയിൽ ഇൻവെസ്റ്റഡ് അല്ലല്ലോ നമ്മൾ. ഇപ്പോഴാണ് ഞാൻ ആ കൊട്ടാരമൊക്കെ നല്ല ഡീറ്റെയിൽ അതെ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഒരുപാട് ഡീറ്റെയിലേക്ക് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ കാണുമ്പോഴാണ്. അത് ഇത് നല്ല രസമാണ്. ഇങ്ങനെ ഐമാക്സിൽ നമ്മളിങ്ങനെ എല്ലായിടത്തും നോക്കിയിരിക്കും, അതാരാ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റ്, അതാരാണ് അങ്ങനെ ചില ഷോട്ടുകളിലൊക്കെ മറ്റേ ബാക്കിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ നിൽക്കുക. അത് 11ാമത്തെ ഷോട്ടും അല്ലായിരിക്കും. അതെ വയ്യാതൊക്കെ. പിന്നെ എനിക്ക് പ്രത്യേകം പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ബാഹുബലി ഫസ്റ്റ് കാണുന്നത് തമിഴാണ്. ബാഹുബലി സെക്കൻഡും കാണുന്നത് തമിഴാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് മലയാളം സെക്കൻഡ് തമിഴ്. ഞാൻ മലയാളം തമിഴ് തന്നെ രണ്ടും കണ്ടത്. അപ്പോൾ എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള അതിനുശേഷം ഞാൻ മലയാളം ബാഹുബലിയും കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത് കണ്ടപ്പോഴൊന്ന് മലയാളം കണ്ടിട്ടുണ്ട്. ഈ തെലുങ്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ തെലുങ്ക് കൂടെ അല്ലാതെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രവാസിൻ്റെ ആണെങ്കിലും ഈ ഇവരുടെയൊക്കെ പടങ്ങൾ വേറെ തെലുങ്ക് പടങ്ങൾ തെലുങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ ഈ ബാഹുബലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കണ്ട ഡബ്ഡ് വേർഷനിലെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ഒരു എക്സ്ട്രാ പവർ കൊടുക്കും ഈ ക്യാരക്ടറിന്. അവർ ചെയ്യുന്ന ഒരു അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക പ്രഭാസ് ഡയലോഗ് പറയുമ്പോഴത്തേക്ക് എനിക്ക് എടാ ഡാർലിംഗ് പ്രഭാസാണിത്, ഇത് ബാഹുബലി പ്രഭാസ് അല്ല എന്ന് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതെനിക്ക് അത് തന്നെ ത്രൂ ഔട്ട് പടത്തിലുണ്ട്. അതുപോലെ റാണയുടെയൊക്കെ ഡബ്ഡ് വേർഷനിൽ ആ ക്യാരക്ടേഴ്സിന് ഇവർ എക്സ്ട്രാ കുറച്ച് പവർ കൊടുക്കും. അത് ചിലർക്ക് ഇഷ്ടമല്ല, അത് തീരെ ഇഷ്ടമല്ല. പക്ഷേ എനിക്കത് ഒറിജിനൽ വേർഷനിലെ ഈ ഡബ്ബിങ്, അത് ഇവരുടെ ഒറിജിനൽ വോയിസ് എനിക്ക് അത്ര നമ്മളത് തോന്നുന്നത് നമ്മൾ ഓൾറെഡി കണ്ട് ശീലിച്ചത് ഇത്രയും വർഷമായിട്ടേ നമ്മൾ ആ ബാഹുബലി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലുള്ള ശബ്ദമൊക്കെ അതൊന്നും ഭയങ്കര വ്യത്യാസമായതുകൊണ്ടായിരിക്കാം. എനിക്ക് അത്ര ഇഷ്യൂ തോന്നുന്നില്ല. എന്നാൽ എനിക്ക് മെയിനായിട്ട് തോന്നി ഈ RR ഇഷ്യൂ ആണ്. അതായത് മെയിനായിട്ട് ഈ സീൻ്റെ റിതം പോയതിൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു. നമുക്കൊരു ഈ എത്ര വലിയ എപ്പിക്ക് എങ്ങനെയൊക്കെ എടുത്താലും അതിൻ്റെ റിതം പോകുന്ന രീതി നമ്മൾ കട്ട് ചെയ്താൽ ആ പടത്തിൻ്റെ മാജിക്ക് പോയി എന്നുള്ള ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഈ എപ്പിക് എന്ന് പറയുന്ന റീ റിലീസ്. അത് ഇതിനകത്തൊരു മാജിക് ഇല്ല. ഈ എപ്പിക് സീനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് അവിടെ പോയിരുന്നത്. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കാണാൻ പോയിരുന്നാൽ പോലും നിങ്ങൾ എൻജോയ് ചെയ്തൊരു സീക്വൻസ് വന്നു വെച്ചാൽ ഒരു വാർ സീക്വൻസ് കാണുമോ നിങ്ങൾ കാലകേമാരുമായിട്ടുള്ള ആ സീക്വൻസ് ഇങ്ങനെ സ്റ്റോപ്ഡ് ആണ്. അതായത് ആ സീക്വൻസ് നിങ്ങൾ കണ്ട ഫുൾ സീക്വൻസ് ഇല്ല, അതിനെ കുറച്ചേ ഉള്ളൂ. എല്ലാ സീക്വൻസിനും കുറച്ചേ ഉള്ളൂ. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുള്ളൊരു എഡിറ്റാണ് ഭയങ്കര. ചിലപ്പോൾ ഒരു മോഡേൺ ഓഡിയൻസിന് കുറച്ചുകൂടി ഇഷ്ടപ്പെടുമായിരിക്കും. അതിങ്ങനെ ഒരു എന്താണ് ബാഹുബലിയിൽ നടന്നതെന്ന് അറിയാൻ ഒരു 3.25 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണെങ്കിൽ ആ ഒരു മഹിഷ്മതിയിൽ എന്തൊക്കെ സംഭവിച്ചു, മഹിഷ്മതിയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയണമെങ്കിൽ 3.25 മണിക്കൂർ നിങ്ങൾ ഇത് കൊടുത്താൽ ഇതിങ്ങനെ ഒരു ഹൈലൈറ്റ്സ് റീല് പോലെ കൂടി നടക്കും, അത്രേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ ഒരു പടത്തിന്റെ ഫ്ലോ ഈ വേർഷൻ ഇല്ല. ഒരാൾ വന്ന് നമ്മുടെ ഇതിന്റെ സീക്രട്സ് ഒക്കെ കാലകന്മാർക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോകത്തില്ലേ, അപ്പം അത് പുള്ളി വന്ന് രണ്ടുപേരെ കുത്തുന്നത് കാണിക്കുന്നു. പിന്നെ പുള്ളി കുതിരപ്പുറത്ത് പോകുന്നു, അടുത്ത സീൻ പുള്ളി ഓടുകയാണ്. അല്ല പിന്നെ ശിവഗാമിയെ കാണിക്കുന്നു. ശിവഗാമി പറയുന്നത് ബാഹുവിനെ വിളി എന്ന് പറയുന്നു. പിന്നെ ബാഹുബലി കുതിരപ്പുറത്ത് പുള്ളിയെ പിടിക്കുന്നു. അല്ലല്ല, അതിന്റെ ഇടയ്ക്ക് പുള്ളി കുതിരപ്പുറത്ത് പോകുന്ന ഷോട്ട്, പിന്നെ പുള്ളി ഇറങ്ങി ഓടും. അതായത് കുതിരപ്പുറത്ത് പോയിട്ട് പുള്ളി ചെന്നെത്തുന്ന മറ്റേ ദേശത്താണ്. അപ്പൊ ആ ദേശത്തോ പുള്ളി എത്തുന്നിടത്തൊന്നും മറ്റേ മനോഹരി സോങ് ഉൾപ്പെടെ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ പുള്ളി കുതിരപ്പുറത്ത് പോകുന്നു, അടുത്ത കട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി ഓടുക. അപ്പൊ അങ്ങനെയാണ് ആ കട്ട് തന്നെ നമുക്കിങ്ങനെ മറ്റേ ഈ ജമ്പ് നമുക്ക് കുറച്ച് അത് സ്മൂത്ത് ആക്കി അവർക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ. എല്ലാവരും ഇത് ഒരുപാട് തവണ കണ്ടതുകൊണ്ട് ഇതിന്റെ പേസിങ് ഡിസൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് എത്രത്തോളം കട്ട് ചെയ്താൽ ഇത് ആ ജമ്പ് പോസിബിൾ ആവും. അത് തന്നെ ഇവരിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടി ഒരു റീ റിലീസ് ആയിട്ട് ഇറക്കിയിരുന്നെങ്കിൽ തന്നെ ബെറ്റർ ആയിരിക്കും, നമുക്ക് ഫുൾ പടം കാണാമല്ലോ. കുറച്ച് പ്രോബ്ലം ഇപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് ഈ അവന്തികയുടെ ലവ് സ്റ്റോറി
കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിരുന്നു അന്ന് കണ്ടപ്പോൾ ഒരുപാട് പേര് പ്രശ്നം പറഞ്ഞ ഒരു സീക്വൻസ് ഒക്കെയാണ്. പിന്നെ ഈ കാലകേയൻ അതെ എനിക്ക് തോന്നുന്നു ഈ രാജമൗലിക്ക് ആക്ച്വലി അതൊക്കെ ഇപ്പൊ പുള്ളിക്ക് ഭയങ്കര പാടാണ്. പുള്ളിയുടെ ഇന്റർവ്യൂസ് പുള്ളി എപ്പോഴും പറയും പുള്ളിക്ക് ഈ റൊമാൻറ്റിക് സീക്വൻസുകൾ പുള്ളിയുടെ പടങ്ങളിൽ വെച്ചിരിക്കുന്ന എല്ലാത്തിനും തന്നെ പുള്ളി ഇപ്പം ആലോചിച്ച പുള്ളിക്ക് അതെല്ലാം വേണ്ടായിരുന്നു തോന്നുന്ന ഒരു അപ്പോൾ അതുകൊണ്ടായിരിക്കും പുള്ളി. പക്ഷെ ഫാമിലി എടുത്തു വെച്ചേക്കുന്നതിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്താൽ നമുക്ക് ആ സ്റ്റോറി എലമെന്റ് ബീറ്റ് ചെയ്താലേ സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. അതാണ് പ്രശ്നം. അത് ഒരു പാട്ടിലൂടെ ഒക്കെ കഥ പറയണം. അപ്പോൾ പ്രശ്നമാണ് പാട്ട് കട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നേരത്തെ ആ ട്രാക്ക് നമുക്ക് മിസ്സിങ്ങാണ്. നമുക്കെന്നല്ല നമുക്കറിയാമല്ലോ കഥ, പക്ഷേ ഇത് പൊതുവായിട്ട് കാണുന്ന ഒരു വ്യക്തിക്കായിരിക്കും അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നത്. പാട്ടിനകത്തെ സീൻ പാട്ടിനകത്തെ സീൻ പോലും കട്ട് ചെയ്ത് മാറ്റും. മറ്റേ സെക്കൻഡിലാണ് ബാഹുബലി ഇൻട്രോ ഒരു പാട്ടൊക്കെ ഇല്ലേ, അതിനകത്തും ഷോട്ടുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാത്തിനകത്തും ഉണ്ട് ആ സാധനങ്ങൾ. എവിടെയൊക്കെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഇവരിങ്ങനെ അതായത് അത് തന്നെ ഇങ്ങനെ ഒരു സീക്വൻസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നത് പകരം ഇവർ എല്ലാത്തിനകത്തൊന്നും കുറച്ച് എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഇത് കുറയ്ക്കാം. ഈ 3 മണിക്കൂർ 45 മിനിറ്റ് എന്നുള്ള അങ്ങേറ്റം ഇവർ ഇതെല്ലാം കളഞ്ഞിട്ട് എടുത്താന്ന് തോന്നുന്നു. കാരണം ഇനിയും എന്തെങ്കിലും ആഡ് ചെയ്താൽ തന്നെ ഇത് ടൈം കൂടത്തേ ഉള്ളൂ. അല്ല എന്നാൽ ഒരു ചവിട്ടി പിടിച്ചൊരു 4 മണിക്കൂർ ആക്കേണ്ടായിരുന്നു അല്ലേ. എനിക്കൊന്ന് ഓൾറെഡി ഒറിജിനൽ ബാഹുബലി തന്നെ ഇവര് 4-4.5 മണിക്കൂർ ഒരു പെർ ഫിലിം ഷൂട്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് 2 മണിക്കൂർ അന്നും ഈ പറയുന്ന പോലെ ആ പാട്ടൊക്കെ ഇല്ലേ ബാഹുബലി മേളിൽ എത്തുന്ന പാട്ട്, അതിങ്ങനെ ജമ്പാണ് ഇങ്ങനെ ജിയോഗ്രാഫിക്കൽ ജമ്പാണ് ആ പാട്ട് തന്നെ. നമ്മൾ ഒരു ചാട്ടം കഴിഞ്ഞ് പിന്നെ പുള്ളി വേറൊരു ജിയോഗ്രഫിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് ഓൾറെഡി അത് അങ്ങനെയാണ് ഫിലിം. പിന്നെ അന്ന് അത് കാണുമ്പോൾ നമുക്ക് സംഭവം ഉണ്ടല്ലോ പരിപാടി ഉണ്ടല്ലോ എന്നുള്ളൊരു കാഴ്ചകളുമാണ്. ഇന്ത്യ പാട്ട് കാണുമ്പോഴാണ് ആ പാട്ട് കട്ട് ചെയ്തിട്ടില്ല പടത്തിലുണ്ട്. കാരണം ആ പാട്ട് ഈ പടത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. അതായത് അത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്, ആണ് പ്രശ്നം. ഈ ഇന്ത്യൻ സിനിമ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബാഹുബലിയാണല്ലോ. അപ്പം അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, സെക്കൻഡ് പാർട്ട് അതായത് ഒരു ഫസ്റ്റ് പാർട്ടിൽ ക്ലിഫ് ഹാങ്ങർ കൊടുത്ത് അടുത്ത പാർട്ടിന് വെയിറ്റ് ചെയ്യിക്കുക. ആ ട്രെൻഡ് ഹിറ്റാവുന്ന ബാഹുബലി 1 വിജയത്തിന് ശേഷമാണ്. പിന്നെ ഈ പീരിയോഡിക് സിനിമകളിലെ ഈ വാർ സീക്വൻസിലെ തന്ത്രങ്ങൾ അത് കൊണ്ടുവരുന്ന അതിൻ്റെ ഒരു ഇന്ത്യൻ സിനിമയിൽ അത് വളരെ എന്താ പറയുക, ഇപ്പോൾ വാർ സീക്വൻസ് ഭയങ്കര കെയോട്ടിക് ആയിട്ടുള്ള സ്പേസാണ്. അപ്പോൾ അവിടെ പോലും ഈ ജിയോഗ്രഫി, നമ്മൾ ആ ഇനിഷ്യൽ സീൻ ഇല്ലെങ്കിൽ പോലും അതിന്റെ ജിയോഗ്രഫി ഇല്ല. അതായത് ഈ തൃശ്ശൂല വ്യൂഹം എന്ന് പറയുന്ന സംഗതി, അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. അതായത് അപ്പുറത്തോടെ ഇങ്ങനെ പോയിട്ട് തൃശ്ശൂലം പോലെ ഇരിക്കും, നടുക്ക് യുദ്ധം നടക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തും കൂടെ പോയി ഇവർ പോയി കൊല്ലുന്നു. അപ്പം അതിൻ്റെ ഒരു ഏരിയൽ ഷോട്ട് ഉണ്ട്. ഇങ്ങനെ ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് പടം കണ്ടപ്പോഴൊക്കെ ഈ ഏരിയൽ ഷോട്ട് കണ്ടപ്പം അത്ര ക്ലാരിറ്റിയോട് കൂടിയല്ല ഈ തൃശ്ശൂല വ്യൂ കാണുന്നത്. ഐമാക്സിൽ കാണുമ്പോഴാണ് ആ ഏരിയൽ ഷോട്ടിന്റെ ആക്ച്വൽ പർപ്പസ് ഈ തൃശ്ശൂല വ്യൂഹമായിട്ട് നമുക്ക് തോന്നുന്നു. ഇപ്പോഴാണ് ഞാൻ ഏറ്റവും ക്ലാരിറ്റി ആയിട്ട് കാണുന്നത്. അതിനു മുമ്പ് ഈ ഏരിയൽ ഷോട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ആക്ച്വൽ പർപ്പസ് അറിയത്തില്ല. ഇപ്പം ഇതിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ കണ്ട ഇവർ ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നു, നടുക്ക് മറ്റേ ഒരു ഇവരൊക്കെ നിൽക്കില്ല ആ സാധനം കാണുന്നത്. അപ്പം കുറച്ചധികം പുതിയ ഇൻഫർമേഷൻ വന്നെങ്കിലും ഈ ഒരു അതെ ഐമാക്സ് ഇത് എനിക്ക് തോന്നുന്നു ഈ റീ റിലീസ് വേർഷൻ നിങ്ങൾ നോർമൽ സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ ഇത് ഐമാക്സ് വേർഷനാണ് ഇതിൻ്റെ അല്ലേ ഭംഗിയെന്ന് തോന്നുന്നു. അതും പക്ഷേ ഈ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ പിന്നെ ഐമാക്സിലൊരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ളത്. വിഷ്വലി നമ്മളിപ്പോൾ കണ്ട കുറേ സീക്വൻസുകൾ നമ്മൾ കുറച്ചുകൂടെ വലിയ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഈ മൂഡ് നമുക്ക് നശിച്ചതിൻ്റെ ഒരു ഫീൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ സുന്ദരൻ പ്രഭാസിനെ അതെ നമ്മൾ പഴയ ഡിജിറ്റലി ആൾട്ടേർഡ് ബോഡി ഉണ്ട് ക്ലൈമാക്സ് സീക്വൻസ് അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് ഈ ഐമാക്സ് അറിയാൻ പറ്റും. അത് പുള്ളി ക്ലൈമാക്സ് സീക്വൻസിൽ പുള്ളിയുടെ ഫുൾ സാധനം CGയിൽ ചെയ്തിരിക്കുന്നത്, 6 പാക്സും അതെല്ലാം. അതുപോലെ അനുഷ്കയെയും പ്രഭാസിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നമ്മൾ കണ്ടത് സെക്കൻഡ് പാർട്ടാണ്. ആക്ച്വലി സെക്കൻഡ് പാർട്ടിലെ സീക്വൻസിലാണ്. അത് കാണുമ്പോൾ ഞാനത് പറയുകയും ചെയ്ത് പ്രഭാസൊക്കെ എന്നെ കിടി ലുക്കാണ് എന്ന് മറ്റേ സെക്കൻഡ് പാർട്ട് കണ്ടപ്പോൾ പറയുകയും ചെയ്തു. അനുഷ്കയും എന്ത് രസമാണ് ആ ഫുൾ ടൈം മുടി മാറ്റി പറക്കല്ലോ. അതെ ഭയങ്കര രസമാണ് രണ്ടുപേരെ ഈ പടത്തിൽ. റാണയുടെ ഇവർക്കൊക്കെ ഈ പറയുന്ന പോലെ സീൻ ടു സീൻ റാണയ്ക്ക് അത് ഭയങ്കര എവിഡന്റ് ആയിരുന്നു. മറ്റേ കൊറോണേഷൻ സീനിലൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് എന്നിട്ട് തൊട്ട് അന്ന് വൈകിട്ടത്തെ ഷോട്ട് കട്ട് ചെയ്യുമ്പോൾ പുള്ളി കുറച്ചുകൂടെ നല്ല ഊർജ്ജസ്വലനായിട്ടിരിക്കുന്ന. അതെ അന്ന് മുതൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കാണുമ്പോഴാണ് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് മേക്കപ്പിലൊക്കെ ഇപ്പൊ ഇവിടെയൊക്കെ ഒരു ഇങ്ങനെ ഒരു വര അങ്ങനെയൊക്കെ ഇട്ടുന്നത് ചിലയിടത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ സ്കിൻ അല്ലാന്ന് തോന്നിക്കത്ത രീതിയിലൊക്കെ കുറച്ച് എടുത്തറിയുന്നത് ഈ വേർഷനിലാണ്. അതെ നമ്മളത് ഈ ഐമാക്സ് കാണുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ അതായത് കുറച്ച് അധികം ക്വാളിറ്റി സ്കിന്നിലെ പോർസ് വരെ നമുക്ക് ഡീറ്റെയിൽ കാണാൻ പറ്റുന്ന സാധനമാണ്. അതെ ശിവകാമിയുടെ ഒക്കെ മേക്കപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതൊക്കെ ഇല്ല നമ്മുടെ കിരീടമൊക്കെ മറ്റേ മെറ്റൽ അല്ലല്ലോ എന്ന് തോന്നിക്കുന്നത് ഈ വേർഷനിലാണ്. ഈ വേർഷൻ എന്ന് പറഞ്ഞാൽ ഐമാക്സ് വേർഷനിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്.
അതെ, നമുക്ക് പുതുമ ബാഹുബലി കാണുക എന്നുള്ളതിലുപരി ഐമാക്സിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് എൻ്റെ ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കോപ്പ് റേഷ്യോക്ക് അപ്പുറത്തേക്ക് നമ്മൾ ആ ഐമാക്സിൻ്റെ റേഷ്യോയിൽ ഈ പടം കാണുന്നു എന്നുള്ളതുകൊണ്ടായിരുന്നു. അതാണ് അത് എസ്പെഷ്യലി ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണുമ്പോൾ ആ ഫൈനൽ വാർ സീക്വൻസിൽ ഞാൻ ആക്ച്വലി അതിൻ്റെ കട്ട് കുറച്ച് എൻജോയ് ചെയ്ത. അതെന്താ സംഭവം അറിയാം, അതിനകത്ത് ഒരുപാട് കളഞ്ഞിട്ടില്ല, വളരെ കുറച്ച് അതായത് ഫൈനൽ ബാറ്റിൽ ഇവർ മറ്റേ നേരത്തെ പോലെ അത്രയും നേരത്തെ പോലെ എന്നല്ല, ഈ ബാക്കിയുള്ളത് ചെയ്ത പോലെ ഒരുപാട് കട്ട് ചെയ്ത് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ സീക്വൻസിനെ അവർ മാക്സിമം അങ്ങനെ തന്നെയാണ് വെച്ചാൽ തോന്നുന്നത്. ഇടയ്ക്കൊക്കെ ചെറിയ എന്തോ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റേ വാർ സീക്വൻസിൽ ആദ്യം മറ്റേ തുണി എറിഞ്ഞിട്ട് കത്തിക്കത്തില്ല, ആ ആദ്യത്തെ മാത്രമേ ഉള്ളൂ, പിന്നെ അങ്ങോട്ടുള്ളതൊന്നുമില്ല. അതെ അതെ. അതുപോലെ ഈ ഫസ്റ്റ് ഷൂട്ട് ചെയ്യത്തില്ല അമ്പ്, അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ അമ്പ് ചെയ്യുന്ന ആള് പുറമോട്ട് പോയിട്ട് ആദ്യം ഇവര് അമ്പ് ചെയ്യുമ്പോഴേക്കും അമ്പ് പോയിട്ട് അത് കഴിഞ്ഞിട്ട് അവരോട് പുറമോട്ട് മാറിയിട്ട് ഇവര് മുമ്പിൽ കയറി ആ സീക്വൻസ് കട്ട് ചെയ്ത് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് അത്ര ക്ലാരിറ്റി ഇല്ല. അതെ, നിങ്ങൾ ആ സീക്വൻസിന്റെ ആ വാർ സീക്വൻസിന് തന്നെ ഹൈലൈറ്റ്സ് കാണുക അങ്ങനെയാണ്. നേരത്തെ നമുക്ക് ക്ലാരിറ്റി ഉണ്ട് വാർ സീക്വൻസിൽ 1, 2 ഇതൊക്കെയാണ് വാറിൽ നടക്കുന്നതെന്നൊരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പം അത് കുറച്ചിരി കെയോട്ടിക്കാണ്. അതെ, അത് ആക്ച്വലി നമ്മുടെ ഇൻട്രോവൽ സീക്വൻസിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ എൻ്റെ ആണ് ഇൻട്രോവൽ. അപ്പം വൈ കട്ടപ്പക്കയുടെ ബാഹുബലി എന്നതിന് WKKB എന്ന് എഴുതിയിട്ട് മറ്റേ ഇത് അറിയാൻ വേണ്ടി 2 വർഷം വെയിറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടൊരു ടാഗ്ലൈനിലൂടെയാണ് ഇൻട്രോവൽ അവസാനിക്കുന്നത്. അതെ, മറ്റേ അതുപോലെ തന്നെ ഈ പാവപ്പെട്ട അവന്തിക അന്ന് തന്നെ അവന്തികയുടെ സീൻ കട്ട് ചെയ്ത് കളയുന്നു. അതെ അതെ, അതായത് തമന്ന ഫസ്റ്റ് പാർട്ടിൽ തമന്നയ്ക്ക് ഡയലോഗ്സും പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് പാട്ടിൽ. പാട്ടിൽ കുറച്ചു. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് വന്നപ്പോഴത്തേക്കും പടത്തിൽ അവസാനം എന്തോ യുദ്ധത്തിൽ വരുമ്പോഴും ഒരു ഡയലോഗ് എന്തോ പറയുന്നത്. ആകെ ഇതിൽ അവന്തിക്ക് ഡയലോഗേ ഇല്ല. അവന്തിക മറ്റൊരു ചെറിയ റോൾ ഡയലോഗ് എനിക്ക് ഒരു ഡയലോഗ് എന്തോ അല്ലേ, അതായത് പിടിക്കാൻ അവന്തിക്ക് വാക്ക് കൊടുക്കത്തില്ലേ, അവിടെ 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 ഒരു ഡയലോഗ് എന്തോ ആകെ നമ്മൾ ഇതിൽ സ്ക്രീനിൽ കാണുന്നുള്ളൂ. അങ്ങനെയാണ് തമന്റെ ഫാമിലിയായിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ ബാഹുബലി എപ്പിക്കത് കാണാം എന്ന് പറഞ്ഞ് പോയിരിക്കുമ്പോഴേക്ക് പടത്തിൽ ഞാനില്ലല്ലോ എന്ന് പറയുന്നതല്ലേ. അച്ഛൻ അന്ന് കാണാൻ പറ്റില്ല, അന്ന് കണ്ടപ്പോഴും അച്ഛൻ പറഞ്ഞില്ലേ കുറച്ച് സീനുകളൊന്നും, ഇന്ന് പടത്തിൽ ഒട്ടും ഇല്ല എന്ന് പറയുന്നതല്ലേ. പിന്നെ എവിടെയായിരുന്നു നമ്മളൊരു ഡിസോൾവ് ഇട്ട് കളഞ്ഞ് എന്തോ ഒരു സംഭവം നടന്നു, പെട്ടെന്നൊരു ഡിസോൾവ് ഇട്ട്. അതെ, ഒരു സീനില് ആ സീൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ ആ സീൻ ഡിസോൾവ് ചെയ്ത് അടുത്ത സീനിലേക്ക് പോകും. അത് ഈ പറഞ്ഞ ജമ്പിന്റെ ഭാഗമാണത്. എനിക്ക് മറ്റേ ഇവർ രണ്ടും കൂടെ അമ്പ ചെയ്യുന്ന സീൻ കഴിഞ്ഞിട്ട് ഡിസോൾവ് ഇട്ട് നേരെ പിന്നെ ബാഹുബലി അവിടെ നിന്ന് മറ്റേ സ്പീഡിൽ കുറെ പേര് ഇടിക്കുന്നത്. അതായത് മറ്റേ ആ കുന്തളദേശത്തെ അതിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് അതിനകത്ത് ഒരു ഈ ബാഹുബലിയും നമ്മുടെ അനുഷ്കയും തമ്മിൽ ഈ റാണി 4 വിരൽ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ആ അമ്പി എന്ന സീക്വൻസ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് നേരെ വന്ന് വാതിക്കൽ നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അത് ലാസ്റ്റ് സീക്വൻസ് ഒന്നുമില്ല. അവിടെ നിൽക്കുമ്പോഴത്തേക്കും മറ്റേ കാളകളുടെ തലയിൽ മറ്റേ തീ കത്തിച്ച് വരുന്ന സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിന്റെ ബിഗിനിങ് ഒന്നുമില്ല. ഒരു കാള ഇവർക്ക് നേർക്ക് വരുന്ന അതിനെ പിടിച്ച് മാറ്റി വിടുന്നു. അതിനുശേഷം ഇവർ ഇദ്ദേഹം ഇറങ്ങിപ്പോലും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ബാഹുബലി മറ്റേ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഫ്ലാഷ് ആവുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട് ഒറിജിനലിനകത്ത്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന ബാഹുബലി അത് കഴിഞ്ഞുള്ള സീൻ, അത് കഴിഞ്ഞുള്ള ഫൈറ്റാണ്. പിന്നെ ആ ഫൈറ്റ് സീൻ കുറച്ച് സ്പീഡിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത്, കുറച്ച് ഫാസ്റ്റ് കട്ടാണ് ഫൈറ്റ്. അത് കുറച്ചൊരു രസം ഉണ്ടായിരുന്നു അല്ലേ. അതെ, ഒരുപാട് സ്ലോ മോഷൻസ് അവർ കട്ട് ചെയ്ത് കളഞ്ഞു ആ ആക്ഷൻ സീക്വൻസ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടാണ് ആക്ഷൻ സീക്വൻസ് തന്നെ കംപ്ലീറ്റ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഈ പേസിങ് കൊള്ളാലോ എന്ന് തോന്നുന്നു നമുക്ക് ആ ആക്ഷൻ സീക്വൻസിൻ്റെ. സിനിമ ഒറിജിനൽ പടത്തിൽ ആ സീക്വൻസിലേക്ക് ഒരുപാട് ഓവർ സ്ലോ മോഷൻ്റെ യൂസ് ഉണ്ടായിരുന്നു. ഇതിന് പോകുന്നതിന് മുമ്പേ കുറച്ചാൾ വൈറലായ റീലുണ്ട്, ഏതി മരണം, അതായത് എന്താണ് വീരരെ എന്താണ് മരണം എന്നൊക്കെ ബാഹുബലി ചോദിക്കുന്ന സമയത്ത് വലിയ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അമ്പ് വന്ന് കൊള്ളുമല്ലോ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവിടെ കാലകയന്മാരുടെ കയ്യിൽ അമ്പും വില്ലും ഇല്ല, പിന്നെ ഈ അമ്പ എവിടെ തോന്നും. അത് ഇവരുടെ കൂടുതലുള്ള ആരുടെയും കയ്യിൽ ഈ പ്രസംഗം കേട്ട് കോരിത്തെറിച്ച് ആരുടെ കയ്യിൽ നിന്ന് അമ്പ് തെറിച്ചു പോയതാണ്. കമന്റിലുണ്ടായിരുന്നത് ഏതോ ലിറ്റററി എന്ത് ചോദിച്ചാലും അതുപോലെ അതെ അതെ, ഏതാണ് മരണം, ഇതാണ് മരണം. ലൈക്ക് ആ സാധനം പോലെ ആദ്യം വന്ന് അമ്പ് കുത്തത്തില്ലേ, അപ്പൊ അമ്പിന്റെ തുമ്പ് കാണാം. പക്ഷെ പിന്നെ ഊരി എടുക്കുമ്പോൾ അമ്പ അങ്ങ് അകത്തോട്ട് കയറിപ്പോയി ഇങ്ങനെ ഊരിയെടുത്ത് ആ സാധനം ആക്ച്വലി കാലകന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ വന്ന അമ്പാണ് കേട്ടോ. അത് നമ്മൾ ഈ വർഷത്തിൽ നമ്മൾ കണ്ടെടുത്തു. കാര്യം അത് കഴിഞ്ഞിട്ട് ഓടി വരുന്ന ഒരു സീക്വൻസ് കാണിക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ ഒരാൾ ഇങ്ങനെ ഒരു അമ്പും ഒരാളുടെ കയ്യിൽ പക്ഷേ ഒരാൾ ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്, അമ്പില്ല വില്ല് പിടിച്ചോണ്ട് ഓടുന്നുണ്ട്. അത് തന്നെ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഓക്കെ ഇപ്പം കറക്റ്റായി, പ്രോബ്ലം സോൾവ്. അതെ, നേരത്തെ ഏതായാലും കളിയാക്കി ആ അമ്പയോട് നിന്ന് വന്ന ചോദ്യം ആ അമ്പ് കാലകന്മാരുടെ തന്നെ വന്നതാണ്. ബാഹുബലിയുടെ
ഒരുപാട് ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ സീക്വൻസ് ഉണ്ട് ഫസ്റ്റിന്റെ പേരൊക്കെ എടുത്ത് ഇങ്ങനെ സെക്കൻഡിൽ പോലും അത്രയും സെക്കൻഡിൽ മറ്റേ ഒരു ടൈറ്റിൽ മറ്റേ ഫുൾ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സീക്വൻസ് വന്നിട്ട് ഇത് വരും. പക്ഷെ അതിന്റെ ഒരു ഗ്രാൻഡ്നെസ് ഫസ്റ്റിൽ ഇങ്ങനെ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് ഇതൊക്കെ പെറുക്കി വെക്കുന്ന അത്രയും രസമില്ല. ഈ എപ്പിക്കിന്റെ ടൈറ്റിലും അതുപോലൊരു പരിപാടി ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലും ഭയങ്കര എപ്പിക് ഫീൽ ആണ് ഫസ്റ്റ് പാർട്ടിന്റെ ടൈറ്റിൽ സീക്വൻസ്. പക്ഷെ അത് ഒരുപാട് പേർക്ക് ഇഷ്ടം സെക്കൻഡ് പാർട്ടിന്റെ മറ്റേ ആ 3D അതെനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഞാൻ പറഞ്ഞ ടൈറ്റിൽ ഡിസൈൻ എപ്പോഴും ഫസ്റ്റ് കാണും, പിന്നെ അതുപോലെ സാധനം സെക്കൻഡിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സെക്കൻഡിൽ ആക്ച്വലി ആ ഫസ്റ്റിന്റെ ഫുൾ ഓരോ സീൻ ബൈ സീനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ടൈറ്റിലും ഈ പറഞ്ഞ എപ്പിക് എന്നുള്ള ടൈറ്റിൽ ഡിസൈനിൽ ഒരു ആനിമേഷൻ ഉണ്ട്. അത് കൂടാതെ പിന്നെ നമ്മുടെ സെക്കൻഡ് പാർട്ടിന്റെ ടൈറ്റിൽ ഡിസൈൻ ആണ് അവിടെ വരുന്നത്. ആ പാട്ടുണ്ടല്ലോ, ഏതായിരുന്നു ഒക്കെ പ്രാണം. ആ പാട്ടിൽ ആ ഫുൾ 3D ഫസ്റ്റ് പാർട്ടിലെ ആ ബാഹുബലിയിലെ എല്ലാ സീക്വൻസും നമുക്ക് തന്നെ കാണിച്ചു തരുന്ന ആ ഒരു ആനിമേഷൻ സീക്വൻസ് ആയിരുന്നു ടൈറ്റിലായിട്ട് വന്നിരുന്നത്. അതെ, ബാഹുബലി ബാഹുബലി റിയാക്ഷൻ ഷോട്ടുകളാണ് എല്ലാവരുടെ മെയിൻസ്. അതെ അതെ, റിയാക്ഷൻ ഷോട്ടുകൾ. രാജമൗലിയുടെ പ്രത്യേകത വെച്ചാൽ ഈ ഇമോഷൻ എപ്പോഴും പുള്ളി ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ സ്ക്രീനിൽ എത്തിക്കുന്നത് റിയാക്ഷനിലൂടെ, ആൾക്കാരുടെ റിയാക്ഷനിലൂടെ, എല്ലാവരുടെയും റിയാക്ഷൻ. ഇങ്ങനെ എന്ത് പറയാൻ ഞെട്ടു, ഇങ്ങനെ ഒരു ഞെട്ടലുണ്ട്. അതിനെ പണ്ട് മുതലേ ആൾക്കാർ കളിയാക്കുന്നു. സീരിയൽ സാധനമാണെന്ന് പറഞ്ഞാൽ എപ്പോഴും കളിയാക്കും. സീരിയലാണല്ലോ എപ്പോഴും ഈ ഒരാൾ ഡയലോഗ് പറഞ്ഞാൽ എല്ലാവരുടെ റിയാക്ഷൻ ഷോട്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡയലോഗിലേക്ക് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് തെലുങ്ക് പടത്തിലും രാജമൗലിയുടെ അല്ല, ഞാൻ കണ്ട തെലുങ്ക് പടത്തിലല്ല, ഈ ബോയാപതി ശ്രീനു എന്ന് പറഞ്ഞ ഡയറക്ടറുടെ എല്ലാ തെലുങ്ക് പടത്തിലും ഇങ്ങനെ കാറ്റടിക്കും, റിയാക്ഷൻ വിത്ത് കാറ്റാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ കാറ്റില്ല, പക്ഷേ ആ റിയാക്ഷൻ, ആൾക്കാരുടെ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുണ്ട്. അവർക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട് ത്രൂ ഔട്ട് പടത്തിൽ, അല്ലേ? നമ്മൾ അവരെ നോട്ടീസ് ചെയ്യും, ആ ജൂനിയർ ആർട്ടിസ്റ്റുകളെ. അത് പടം കണ്ടവർക്കെല്ലാം അറിയാൻ പറ്റും. അറിയുന്നത് ദൈവം കൊട്ടാരം വിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണെന്ന് പറയുന്നത്. ആ പുള്ളിയൊക്കെ ആക്ച്വലി പടത്തിൽ ത്രൂ ഔട്ട് ഒരുപാട് സ്ഥലത്ത് നമ്മൾ പുള്ളിയൊക്കെ നോട്ടീസ് ചെയ്യും ശരിക്കും. അപ്പോൾ അവരുടെ ഈ റിയാക്ഷൻ ഷോട്ടുകളാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇതിനകത്ത്. എല്ലായിടത്തും ഉണ്ട് റിയാക്ഷൻ ഷോട്ടുകളിലൂടെയാണ് എന്ന് തോന്നുന്നു. ഈ ചിലയിടത്ത് ഇങ്ങനെ മുഖത്തോട്ട് വെച്ചുള്ള റിയാക്ഷൻ ഇല്ല. മറ്റേ തുടക്കം ബാഹുലിയെ എടുത്തു വളർത്തുന്ന അമ്മ മൂടട മറ്റേ ഗുഹ, ഇനി ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ കൊന്നുകളെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വൈറ്റ് ഷോട്ടിൽ എല്ലാവരും എങ്ങനെ എല്ലാവരും ഒരു സ്റ്റെപ്പ് ബാക്കിൽ അങ്ങനെ. അതൊക്കെ നമുക്ക് ഇപ്പൊ കാണുമ്പോൾ നമുക്ക് അത് അത്രയും വേണം റിയാക്ഷൻ ഞാൻ തോന്നും. ഓക്കെ, ഞാനാണ് ഞെട്ടത്തൊന്നുമില്ല. അതെ അതെ, നമുക്ക് അത്ര ഞെട്ടേണ്ട കാര്യമില്ലല്ലോ. അതെ, ഇങ്ങനെ കൊന്നുകളയും. പക്ഷെ ആ ഐഡിയ, അതായത് ഒരു ഐഡിയ ഉണ്ട്, ഇത് കേട്ട് ഞെട്ടണം, ആ പവർ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഐഡിയ ഒറ്റ ഷോട്ടിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതിന്റെ 100ലാണ് പുള്ളി വെച്ചേക്കുന്നെങ്കിൽ 80 വരെ പോരെ എന്ന് മലയാളി കാണുമ്പോൾ തോന്നുന്നു. നമുക്കിവിടെ ആ റിയാക്ഷൻ മലയാളത്തിൽ സിനിമ കാണുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ റിയാക്ഷന് അത്രയും അങ്ങനെയല്ല റിയാക്ഷൻ ഷോട്ടുകൾ വരുന്നത് നമുക്കിവിടെ. നമുക്ക് കുറച്ചുകൂടെ ആ റിയാക്ഷനിൽ ഒരാളുടെ ഈ പറഞ്ഞ പോലെ ഞെട്ടി ഇങ്ങനെ ധരിക്കുന്ന സാധനങ്ങളല്ല കൂടുതലും നമ്മൾ കണ്ടേക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ രാജമൗലിയുടെ ഇന്റർവ്യൂസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തില് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നുണ്ട്, അതൊരു അത്ഭുതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വിളിച്ചു കഴിഞ്ഞാൽ അവരോട് സാർ ഞെട്ടണമെന്ന് പറഞ്ഞാൽ ഇത്രയും മതിയോ സാർ എന്ന് ചോദിക്കുന്ന പരിപാടിയാണ് അവർക്ക്, മനസ്സിലായി. അപ്പോൾ അവരെ പോരെ ഒരു 2 കട്ടകടം കൂട്ടി പിടിച്ചു എന്ന് പറയുന്ന ആ പരിപാടിയിലാണ് അവരവിടെ എപ്പോഴും അത് നിർത്തുന്നത്. അവരതിനെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കും. ഇത്രയും ഇല്ല. അത് കുറേ ഇപ്പം എനിക്കൊന്ന് അടുത്ത സിനിമകൾ പുള്ളിക്ക് ആക്ച്വലി ഈ പടങ്ങളിൽ ഞാൻ ഈ ശ്രദ്ധിച്ച കാര്യം, പുള്ളി ഇങ്ങനെ പടങ്ങൾ വരുന്നതോടെ പുള്ളിക്ക് കിട്ടുന്ന ഈ ഫീഡ്ബാക്സ് ഉണ്ടല്ലോ, അതായത് എല്ലാവരും പറയുന്ന ആ കാര്യങ്ങളെല്ലാം അടുത്തടുത്ത സിനിമകളിൽ അദ്ദേഹം പയ്യെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇതെല്ലാം പതിയെ ഇങ്ങനെ പുള്ളി കുറച്ചുകൊണ്ട് വരും. അതെനിക്ക് ഒരു വളരെ നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് പുള്ളിക്കറിയാം എൻ്റെ സിനിമ ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിലേക്ക് ഇനി പോകാൻ പോകുന്നത്. എൻ്റെ ഇന്റർനാഷണൽ ഓഡിയൻസിന് ഇതൊന്നും വേണ്ട. ഇപ്പം ഈ കണ്ട നായികയും കൊഞ്ചിക്കൊഴുന്ന റൊമാൻസോ പരിപാടിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് ഇതിൻ്റെ കോർ കണ്ടാൽ മതി. പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഈ സീക്വൻസ് ബിൽഡ് ചെയ്യുക, പിന്നെ അതുപോലെ ഈ എന്താ സെറ്റപ്പ് ആൻഡ് പേ ഓഫ് ഒക്കെ ഇല്ലേ. അതായത് നമ്മൾ പടം തുടക്കം ഇപ്പം ഫസ്റ്റ് പടത്തിന്റെ തുടക്കം തൊട്ട് ഇത് സെക്കൻഡ് പടത്തിന്റെ പേ ഓഫിന്റെ സാധനങ്ങൾ ഭയങ്കര. ഈ ബാഹുബലി നമ്മളിപ്പോൾ ഒറ്റ പടമായിട്ട് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മറ്റേ സ്റ്റാർട്ടിങ് ടു എൻഡ്, അതായത് തുടക്കത്തിൽ ആദ്യത്തെ ആ ശിവലിംഗം കൊണ്ട് വെച്ച് അവിടെ നിന്ന് ആ അവന്തികയുടെ മാസ്ക് വന്ന് വീഴുന്നിടത്തുനിന്ന് പടം എൻഡ് ചെയ്യുമ്പോൾ ബല്ലാളദേവയുടെ തല വന്ന് താഴെ വീഴുമ്പോൾ വീണ്ടും ആ ഷോട്ട് പോകുന്നത് ശിവലിംഗത്തിലേക്ക് അവസാനിക്കുക പടം. ആ ആർക്കാണ് ശരിക്കും തലയുടെ കാര്യം പോലും. ആ തലയുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ അതിന്റെ ഹെൽമെറ്റ് ഇല്ലേ, ആ ഹെൽമെറ്റ് ഇങ്ങനെ ക്രൗൺ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഒരു സംഭവം ഉണ്ട് ലാസ്റ്റ് ആക്ച്വലി ആ തല വീണ് അതിൽ കൂടെയാണ് നമ്മൾ അനുഷ്ക നടന്നു പോകുന്ന സീനുണ്ട്. അതിപ്പം കുറച്ച് ചിന്തിച്ചാലേ ഉള്ളൂ ആ സീക്വൻസ് എടുക്കണമെങ്കിൽ. അത് അതെ, ഈ ഡിസിഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ സിനിമ ഇങ്ങനെ ചെയ്ത് ഈ പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളതല്ല.
ഇതൊക്കെ നമ്മൾ ആദ്യം ചിന്തിക്കണം, എന്നാലും നമുക്ക് ഇതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ ഡിസൈൻ ചെയ്യാൻ അതുപോലെ സ്റ്റെപ്പ് പോലെ തോന്നരുത് എന്നൊക്കെ പറഞ്ഞ ഒരു അക്കാര്യത്തിലൊക്കെ പുള്ളി സമ്മതിച്ചു കൊടുക്കണം. സാധനങ്ങൾ അതൊരു സീക്വൻസ് സെറ്റ് ചെയ്യുക. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കണക്ഷനും പരിപാടികളും കുറച്ച് ഇതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി തെലുങ്ക് ലൈൻ വന്നാലും ഈ സീക്വൻസ് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും ഉറപ്പാണ്. ഇപ്പം ആറാറാളിലാണെങ്കിലും പടം കുഴപ്പമില്ല എന്ന് വർക്കാവാത്തവരൊക്കെ ഉണ്ട്, എന്നാലും അതിനകത്ത് ചില സീക്വൻസ് ഇങ്ങനെ എടുത്തു വെക്കുമ്പോഴത്തേക്കും അത് ഇന്റർനാഷണൽ സാധനമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ ഓക്കെ, ഇത് അങ്ങനെ ഓക്കെ, പിന്നെ ഒരു സീക്വൻസ് വരും. അങ്ങനെ എനിക്ക് എപ്പോഴും അങ്ങനെയാണ് പുള്ളിയുടെ പടം, ഗംഭീര സംഭവങ്ങളാണ്. അതൊക്കെ എങ്ങനെ ഒരു സീക്വൻസ് സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറാണ്, സ്റ്റാർട്ടിങ് മിഡിൽ എൻഡ് എന്നുള്ളത്. അതെ, ആ ഒരു സീക്വൻസ് തന്നെ ഒരു പടമാണ്. അങ്ങനെ പുള്ളി ചെയ്യുന്നത്. അത് നമ്മളെപ്പോഴും പറയാം, നമ്മളെല്ലാ സീനിനകത്തും ഇപ്പം നമ്മൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു സീൻ തുടങ്ങുന്ന സീൻ ഒരു സ്റ്റാർട്ടിങ് മിഡിൽ എൻഡ് അതുണ്ടാവും. ഒരു ഷോട്ടിന് ഒരു സ്റ്റാർട്ടിങ് മിഡിൽ എൻഡ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഈ പുള്ളിയുടെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സെറ്റപ്പാണ്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് RRR എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പാട്ട് തന്നെ ഒരു സീനാണ്. അതെ, പാട്ടിൻ്റെ സീക്വൻസ് തന്നെ അതിനകത്തൊരു സ്റ്റോറി ഉണ്ടാവും. ആ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നു, അത് പോകുന്നു, അതിനൊരു മിഡ് പോയിന്റ്, അതിനുശേഷം അതിൻ്റെ എൻഡ് കൺക്ലൂഷൻ, അങ്ങനെ എല്ലാം കൂടാണ് ഒരു സീക്വൻസ് വരുന്നത്. അത് സോങ് എടുത്താൽ പോലും അതിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് മറ്റേ ഞാൻ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ കണ്ണാ നീ തൂങ്ങട. അപ്പൊ ആ പാട്ടിന്റെ സെറ്റപ്പ് ഒക്കെ കുറച്ച് മറ്റേ പൈങ്കിളി സംഭവമാണ്. അതെ, പ്രണയം പൈങ്കിളി സാധനമാണ്, വിത്ത് പൈങ്കിളിയാണ്. അതായത് കിളിയുണ്ട്, കിളിയെ ചുട്ടു തിന്നണതൊക്കെ പറഞ്ഞ് സത്യമായിട്ട് പറയുന്നൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ല ഈ പടത്തില്ല. അതൊന്നും. അപ്പൊ അതിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാല് കണ്ണൻ ഇടിച്ച് ബോധം കെടുത്ത് ഇട്ടേക്കുവാണ്. അപ്പൊ അതായിട്ട് പ്രഭാസ് അഭിനയിക്കുകയാണ്. അപ്പം അതായത് പ്രഭാസിന്റെ ക്യാരക്ടറിനെ ആക്ച്വലി നമ്മുടെ എക്സ്പേർട്ട് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ചാനലിൽ അവരുടെ ബാഹുബലി വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിക്കും. അതായത് നമ്മളിതിന് എല്ലാവർക്കും എനിക്കൊന്നും ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് രാജമൗലിക്ക് ആക്ച്വലി നമ്മുടെ ഈ മഹാഭാരതം, രാമായണം തുടങ്ങിയ അതിൻ്റെ ഇൻഫ്ലുവൻസ് പുള്ളി എല്ലാ പടത്തിലും ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ ഈ ബാഹുബലി എടുത്തു കഴിഞ്ഞാൽ തന്നെ ബാഹുബലിയിലെ ഈ പ്രഭാസിൻ്റെ ക്യാരക്ടർ, അതായത് മഹേന്ദ്ര ബാഹുബലി, അത് മകൻ ബാഹുബലിയുടെ കഥ എന്ന് പറയുന്നത് തന്നെ കൃഷ്ണൻ്റെ ജനനം പോലെ. അതായത് ഒരാൾ ഒരു കാരാഗ്രഹത്തിൽ ജനിക്കുന്നു, അവിടെ നിന്ന് ഒരാൾ കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് ജീവിക്കുകയാണ്. അപ്പോൾ ആ ലൈഫാണ്. അതിനുശേഷം ഈ അതേപോലെ തന്നെ രാവണൻ സീതയെ തട്ടിക്കൊണ്ട് വന്ന് അശോകവനത്തെ സൂക്ഷിച്ചിരിക്കുക. അതുപോലെയാണ് അനുഷ്ക ഷെട്ടിയെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ രാമൻ രക്ഷിക്കാൻ വരുന്നതിന് പകരം ഇവിടെ വരുന്നത് കൃഷ്ണനാണ്. കൃഷ്ണൻ സീതയെ രക്ഷിക്കാൻ ലങ്കയിലെത്തിൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ഒരു ഐഡിയയിലാണ് പുള്ളി ഈ പടം ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് എക്സ്പേർട്ട് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിൽ അവരുടെ ആ ഒരു ബാഹുബലിയുടെ ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് പുള്ളി കഥ കളക്ട് ചെയ്യുന്നൊക്കെ പുള്ളി മറ്റേ നമ്മുടെ എപ്പിക്സ് എടുത്ത് വെച്ചിട്ട് ഇപ്പം നമ്മളിപ്പം ഈ മാർവലിന്റെ പടങ്ങളൊക്കെ കണ്ട് അയൺമാനും ഹൾക്കും കൂടെ മീറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന പോലെ തന്നെയാണ് പുള്ളി എപ്പിക്സ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തെ ക്യാരക്ടർ. അതായത് ഇപ്പം നമ്മുടെ RRR ഒരു പുള്ളി പറഞ്ഞത് കർണനും കൃഷ്ണനും സുഹൃത്തുക്കളാണ് എന്നുള്ള ഐഡിയ ആണ് നമ്മൾ RRR പുള്ളി പ്ലേസ് ചെയ്യുന്നത്. പുള്ളി ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ ഒരുപാട് പേര് RRRന്റെ ഇതിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഈ പറയുന്ന ഈ പാട്ട് പറയാൻ കാരണം ഇപ്പം ഈ ബാഹുബലി ഇടിച്ചിട്ടിട്ട് അനുഷ്ക അത് തിരിച്ച് പറയുന്നത് കണ്ണനോട് സംസാരിക്കുന്ന പോലെ, എന്നിട്ട് കണ്ണാ നീ തൂങ്ങണം. അത് ആക്ച്വലി പറയുന്നത് അതെ പുള്ളിയോട്. അത് പുള്ളിയെ അതാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ശ്രീകൃഷ്ണൻ എന്നുള്ള എലമെന്റിനെ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം. അവിടെയും പ്രഭാസിനോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ്. അങ്ങനെ കുറെ സാധനം ഉണ്ടല്ലോ മറ്റേ ഇങ്ങനെ ഇത് ഊതുമ്പോഴത്തേക്കും പ്രഭാസിന്റെ മുഖത്ത്. അതെ തന്നെ. അതായത് അവിടെ ആ വിഗ്രഹത്തിൽ എന്ത് ചെയ്യുന്നു അതിന്റെ റിഫ്ലക്ഷൻ ഇവിടെ പ്രഭാസ് ഇരിക്കുന്ന റൂമിൽ പുള്ളി കിട്ടുന്ന പോലെയാണ്. അങ്ങനെ ആ ആശയത്തിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവും. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ ആശയം പുള്ളിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫിലിം മേക്കിംഗ് ഉണ്ട്. നമ്മൾ ക്രാഫ്റ്റിനെയാണ് പറയുന്നത്. ആ ക്രാഫ്റ്റ് വെച്ച് എന്ത് ആശയം എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് നമുക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ ആശയം എക്സ്പ്രസ് ചെയ്യാൻ എന്ത് ക്രാഫ്റ്റ് യൂസ് ചെയ്തു അത് ഞാൻ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും നമ്മളൊരു രാജമൗലി പടങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് പുതിയ അടുത്ത പടത്തിൻ്റെ രാജുവേട്ടൻ്റെ ഫസ്റ്റ് ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എനിക്കറിയാം ആ സിനിമ നമ്മൾ കാണാൻ പോകുന്ന ഒരു വലിയ ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ്, നമ്മൾ തിയേറ്ററിൽ വന്ന് കാണാൻ ടൈപ്പ് ഓഫ് ഒരു പടമായിരിക്കും. അതിനുള്ള പരിപാടി എല്ലാം ചെയ്തിട്ടുണ്ട്. നവംബർ 15 അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. കൈൻഡ് ഓഫ് എനിക്ക് തോന്നുന്ന ഒരു ടീസറോ എന്തോ വരും. ഒരു ഗ്ലോബ് ട്രോട്ടർ എന്ന് പറഞ്ഞൊരു വലിയൊരു ഇവന്റ് തന്നെ നടത്തുന്നുണ്ട് അവർ. അത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് അവർ സ്ട്രീം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പരിപാടി സ്ട്രീം ചെയ്യാൻ. അതായത് പടത്തിന്റെ അനൗൺസ്മെന്റ് പടത്തിന് ടൈറ്റിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ പടത്തിന് അനൗൺസ്മെന്റ് നടക്കാൻ പോകുന്നത് തന്നെ ഒരു വലിയൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ തന്നെ ലൈവ് സ്ട്രീമിംഗ് ആണ്. അത് ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ. അപ്പോൾ അത്രയും വലിയൊരു പരിപാടി നടക്കാൻ പോവാണ്. അപ്പം ഡെഫിനറ്റ്ലി നമുക്കറിയാമല്ലോ രാജമൗലിയുടെ ഇപ്പോൾ ആ രാജുവേട്ടൻ്റെ ആ ഫസ്റ്റ് ലുക്കിൽ തന്നെ പല അഭിപ്രായങ്ങൾ ആൾക്കാർക്കുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ഇതെല്ലാം ആ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് വലിയ
പുള്ളി എല്ലാ പടത്തിനകത്തും ഈ രണ്ട് അഭിപ്രായങ്ങളുണ്ട്, കുറച്ചധികം ക്രിറ്റിസിസം കേൾക്കാറുണ്ട് പുള്ളി. പക്ഷേ ആസ് എ ഡയറക്ടർ ഒരു ക്രാഫ്റ്റ്മാൻ പുള്ളി തെലുങ്കിൽ അവർക്ക് കുറച്ച് ഭയങ്കര നെഗറ്റീവ്, അവർക്ക് കുറച്ച് ഭയങ്കര പേടിയുന്ന പടമാണ്. അതെ. അപ്പോൾ ഇനി ബാഹുബലി കാണാൻ ആഗ്രഹമുള്ളവർക്ക്, ബാഹുബലി എപ്പി കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ ഈ ശേഷിക്കുന്ന ഏതെങ്കിലും സ്ക്രീനിലുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു തവണ പോയി കണ്ടു നോക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അതായത് നമുക്ക് കണ്ടപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത, അതായത് നമ്മൾ അറിയാം നമുക്കിപ്പോൾ 3 മണിക്കൂർ 45 മിനിറ്റിലേക്ക് നമ്മളും ആദ്യം ആലോചിച്ചു ഈ പടം 5 മണിക്കൂർ മിനിമം 5 മണിക്കൂർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിലും കുറച്ച് പേര് എങ്ങനെ ഇത് അവതരിപ്പിക്കുമെന്ന് നമ്മൾ ആലോചിച്ചു. പക്ഷെ അത് ആ വേർഷൻ ഓഫ് ഫിലിം നമുക്ക് അത്ര അത് വേണ്ടായിരുന്നു തോന്നി അല്ലേ. അതൊരു ആ ഡിസിഷൻ ബെറ്റർ വേർഷൻ നമുക്ക് നേരത്തെ ഫസ്റ്റും സെക്കൻഡും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതാണ് ഏറ്റവും നല്ലത്. ഇത് അത്രയും രണ്ടോട് ഒരുമിച്ച് കാണുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഭയങ്കര ഇമ്പാക്റ്റ്, നമ്മൾ എന്താണത് കാണാൻ പോകുന്നത് അത് നമുക്ക് കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഐമാക്സിൽ കണ്ടതിൻ്റെ ഒരു ചെറിയ ഇതുള്ളൂ. കുറേ നമ്മൾ വിഷ്വലി നമ്മൾ കുറേ സ്ഥലങ്ങൾ കണ്ടപ്പോൾ നമുക്ക് ഓക്കെ ഇത് ഇങ്ങനെ ഐമാക്സ് സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ, അതിനുവേണ്ടി നമ്മളൊന്ന് കണ്ടു എൻജോയ് ചെയ്യുന്ന ഒഴിച്ചെത്തിയാൽ നമ്മൾ കുറച്ച് ഡിസപ്പോയിൻ്റ് ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ എപ്പിക് വേർഷനിൽ നമ്മളങ്ങനെ കണ്ടു എന്നുള്ള ഇതേ ഉള്ളൂ. അതെ.